നമസ്കാരം. ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഫൈനലിസിമ പോരാട്ടത്തിന്റെ തീയതിയും വേദിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫിഫ. 2026 മാർച്ച് 27 ഖത്തറിലാണ് പോരാട്ടം. ലോക ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ജേതാക്കളായ അർജന്റീനയും യൂറോ കപ്പ് ജേതാക്കളായ സ്പെയിനും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനാണ് അരങ്ങൊരുങ്ങിയത്. അർജന്റീന 36 വർഷങ്ങൾക്ക് ശേഷം ലോക കിരീടം വീണ്ടും ഉയർത്തിയ ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിലാണ് തീവാറും പോരാട്ടം. 2026 മാർച്ച് 23 മുതൽ 31 വരെ നടക്കുന്ന മാർച്ച് വിൻഡോ ഫിഫ ലോകകപ്പിന് മുമ്പുള്ള രണ്ടാമത്തെ അവസാന അന്താരാഷ്ട്ര വിൻഡോയാണ് ഫിഫ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ അർജന്റീന ടീമും ലയണൽ മെസ്സിയും സൗഹൃദ മത്സരത്തിനായി കേരളത്തിൽ എത്തുമോ എന്ന ചോദ്യമാണ് വീണ്ടും ഉയരുന്നത്. സംസ്ഥാന സർക്കാരും സ്പോൺസർമാരും പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ 2026 മാർച്ചിലെ ഫിഫയുടെ പുതിയ വിൻഡോയാണ് ചോദ്യങ്ങൾ ഉയർത്തുന്നത്. അടുത്ത ഫിഫ ലോകകപ്പ് വെറും 3 മാസത്തിനുള്ളിൽ ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ ആരംഭിക്കും. ടൂർണമെന്റിന് വളരെ അടുത്തായി ഒരു സൗഹൃദ മത്സരത്തിന് ദീർഘദൂര യാത്രയ്ക്ക് അർജന്റീന തയ്യാറാകാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ലയണൽ മെസ്സി അടുത്ത വർഷം മാർച്ചിൽ സൗഹൃദ മത്സരത്തിനായി കേരളത്തിലേക്ക് വരുമെന്നായിരുന്നു 2 ദിവസങ്ങൾക്ക് മുമ്പും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചത്. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ സന്ദേശം ലഭിച്ചതായും ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഉടൻ നടത്തുമെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത്. വിഷൻ 2031 ഭാഗമായി കായിക വകുപ്പ് നടത്തിയ നവകായിക കേരളം മികവിന്റെ പുതുട്രാക്കിൽ എന്ന സംസ്ഥാനതല സെമിനാർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഫിഫ അംഗീകൃത സ്റ്റേഡിയത്തിന്റെ അഭാവമാണ് നവംബറിൽ അർജന്റീന ടീം കേരളത്തിൽ എത്താതിരിക്കാൻ കാരണം. അടുത്ത 15 ദിവസത്തോടെ കലൂർ സ്റ്റേഡിയത്തിന് ഫിഫയുടെ അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത്. നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. ഏതെങ്കിലും ആളുകളുടെ കുറവായിട്ടും ഓവർ സ്മാർട്ടായിട്ടും ഇതിനെ കാണേണ്ടതില്ല. ഒരു വിൻഡോയിൽ വരുന്ന മാറ്റമാണ്. സ്പോർട്സ് ആകുമ്പോൾ സെൽഫ് ഗോളും പെനാൽറ്റിയും ഗോളും എല്ലാം ഉണ്ടാകും. അതിനെ ആ രീതിയിൽ എടുക്കണം. ഇതിനെടുത്ത പരിശ്രമത്തെ കാണുക. ഇതിൽ മറ്റൊരു താല്പര്യവും ആർക്കുമില്ല. മെസ്സി വന്ന് കളിക്കുക എന്നത് എല്ലാവരുടെയും താല്പര്യമാണ്. ഡേറ്റ് മാറിയതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും പരിപാടി നടത്താൻ ശ്രമിക്കുന്നവരുടെ തലയിൽ വെച്ച് കൊടുക്കുന്നത് ശരിയായ രീതിയല്ലെന്നുമാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ ഫിഫ പുറത്തുവിട്ട മാർച്ചിലെ വിൻഡോയിൽ അർജന്റീനയുടെ കേരള സന്ദർശനം പ്രഖ്യാപിച്ചിട്ടില്ല. ഇതോടെ മന്ത്രിയുടെ പുതിയ പ്രഖ്യാപനവും പാഴ്വാക്കാകുമോ എന്ന സംശയത്തിലാണ് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ. 2026 ലോകകപ്പിന് മുൻപ് നടക്കുന്ന മേജർ പോരാട്ടം എന്ന നിലയിൽ ഫിഫ വലിയ പ്രാധാന്യമാണ് ഫൈനലിസിമ പോരാട്ടത്തിന് നൽകുന്നത്. നിലവിൽ അർജന്റീനയാണ് ഫൈനലിസിമ ചാമ്പ്യന്മാർ. 2022 യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലിയെ വീഴ്ത്തിയാണ് മെസ്സിയും സംഘവും കിരീടമുയർത്തിയത്. ഇതിഹാസ താരം ലയണൽ മെസ്സി ആരാധിച്ച് ബാഴ്സയിൽ പന്ത് തട്ടുന്ന യങ് സെൻസേഷൻ ലമീൻ യമാലും നേർക്കുനേർ വരുന്നതാണ് ആരാധകരെ ആകാംക്ഷയിൽ നിർത്തുന്ന മുഖ്യ ഘടകം. മറ്റൊന്ന് ലയണൽ സ്കൊലോനിയുടെ തന്ത്രങ്ങളും സ്പാനിഷ് കോച്ച് ലൂയിസ് ഡെലഫ്യൂണ്ടയുടെ തന്ത്രങ്ങളും മാറ്റുരയ്ക്കുന്നുവെന്ന സവിശേഷതയും മത്സരത്തിനുണ്ട്. ചരിത്രത്തിൽ 3 തവണയാണ് ഈ പോരാട്ടം അരങ്ങേറിയത്. 2 തവണയും അർജന്റീന കിരീടമുയർത്തി. ഫ്രാൻസാണ് പ്രഥമ ചാമ്പ്യന്മാരായത്. 1985 ഉറുഗ്വയെ വീഴ്ത്തിയാണ് ഫ്രാൻസ് കിരീടമുയർത്തിയത്. 1993 അർജന്റീന ആദ്യമായി കിരീടം സ്വന്തമാക്കിയത്. അന്ന് ഡെൻമാർക്കിനെയാണ് അവർ വീഴ്ത്തിയത്. 2022 അർജന്റീന വീണ്ടും നേട്ടം ആവർത്തിച്ചു. ഫുട്ബോൾ ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള പടയൊരുക്കവുമായി ടീമുകൾ മുന്നോട്ട് പോവുകയാണ്. നവംബർ 14 അങ്കോളയ്ക്കെതിരെ നടക്കുന്ന സൗഹൃദ മത്സരത്തിനുള്ള അർജന്റീന ടീമിനെയാണ് മെസ്സി നയിക്കുന്നത്. ശക്തമായ താരനിരയാണ് അർജന്റീന പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫുട്ബോൾ ലോകകപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് അർജന്റീന നടത്തിയിരിക്കുന്നത്. മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സിയെ വജ്രായുധമാക്കിയുള്ള നീക്കമാണ്. താരസമ്പന്നമായ അർജന്റീന ടീമിന്റെ സൗഹൃദ മത്സരങ്ങൾക്ക് ശേഷമാവും പരിശീലകനായ സ്ക്ലോണി ലോകകപ്പ് ടീമിനെ തിരഞ്ഞെടുക്കുക. അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമാണ് ലോകകപ്പ് നടക്കുന്നത്. മെസ്സിയെ ഉൾപ്പെടുത്തിയുള്ള പദ്ധതിയാണ് സ്ക്ലോണി മെനയുന്നത്. മെസ്സി അടുത്ത ലോകകപ്പിലും അർജന്റീനയ്ക്കായി കളിക്കാൻ സാധ്യതയേറെയാണ്. പ്രായം തളർത്താതെ ഇപ്പോഴും മികച്ച പ്രകടനം നടത്താൻ മെസ്സിക്ക് സാധിക്കുന്നുണ്ട്. ഇന്റർ മയാമിക്കൊപ്പം തകർപ്പൻ പ്രകടനമാണ് മെസ്സി കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ മാസം അന്താരാഷ്ട്ര ഫുട്ബോളിൽ കൂടുതൽ അസിസ്റ്റുള്ള താരമായി മാറാൻ മെസ്സിക്ക് സാധിച്ചിരുന്നു. 3 അസിസ്റ്റ് കൂടി ചെയ്താൽ പ്രൊഫഷണൽ കരിയറിൽ 400 അസിസ്റ്റ് എന്ന ചരിത്ര നേട്ടത്തിലേക്ക് എത്താൻ മെസ്സിക്ക് സാധിക്കും. സൗഹൃദ മത്സരങ്ങളിലെല്ലാം തകർപ്പൻ പ്രകടനം നടത്തുന്ന അർജന്റീന ടീമിൽ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. മെസ്സി നീലപ്പടയുടെ നായകനായി മുന്നിലുണ്ടാവുമെന്നും ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്.